ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഇടിച്ചക്ക റെസിപ്പി ആയിട്ടാണ് വന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചക്കേൻ്റെ സീസണൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മിസ് ചെയ്യും. കാരണം പിന്നെ ചക്ക വലുതായി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് നമുക്ക് ഇടിച്ചക്ക വെക്കാനുള്ള ചക്ക. അപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. അപ്പോൾ കട്ട് ചെയ്ത് നോക്കിയാൽ അറിയാട്ടോ അതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ എന്താണെന്ന്. എന്നാൽ പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ അവസ്ഥ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ച പോലെ തന്നെ ചെറുതായിട്ട് ചുളയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇടിച്ചക്കേൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ചക്കയിലോട്ടേക്ക് പോകുന്ന അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ വെളിഞ്ഞിരൊക്കെ ഒന്ന് പോക്കാം കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ചകിരി എടുത്തിട്ട് ഇതേപോലെ തുടച്ചെടുത്താൽ മതി. ചക്ക കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാവരും കയ്യിൽ ഓയിലാക്കും. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഈ വെളിഞ്ഞിരൊന്നും പറ്റി നിൽക്കില്ല കേട്ടോ. അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്ന ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ചക്കേൻ്റെ തൊലിയൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ കട്ട് ചെയ്യാൻ മടിയുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് 4-5 പീസാക്കിയിട്ട് അതുപോലെ നമുക്ക് വേവിച്ചെടുത്തിട്ട് ലാസ്റ്റ് തൊലിയൊക്കെ കളയാം. അപ്പോൾ ഞാനിവിടെ തൊലി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. തൊലിയൊക്കെ ചെത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, നല്ലതുപോലെ കഴുകിയിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് കഴുകിയിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് 2 വിസിലാകുമ്പോഴേക്ക് റെഡിയാവും. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സാധാരണ നമ്മൾ ചേർക്കുന്ന ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 2 വിസിലടിച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ ചക്ക വെന്ത് കിട്ടും. നമ്മൾ സാധാരണ വെക്കുന്ന പോലെ അടുപ്പിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. നമ്മൾ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ചക്ക വെന്തിട്ടുണ്ട്. ഞാൻ വെള്ളമൊക്കെ ഊറ്റി വെച്ചാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഇതിലിങ്ങനെ ആ ചുളയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ 2 വിസിലായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഒരു 3 വിസിലടിഞ്ഞത് കൊണ്ട് തന്നെ നല്ലതുപോലെ വെന്ത് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓഫ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് സമയം കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നല്ല പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ 2 വിസിൽ ആവശ്യമായിട്ടുള്ളൂ. ഇനി ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യുക, കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പിച്ചെടുക്കുക കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ ഉമ്മയൊക്കെ ഇങ്ങനെ അമ്മിമ്മൽ വെച്ചിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുക കേട്ടോ. ഇപ്പം പിന്നെ അമ്മയൊന്നും ആരും ഉപയോഗിക്കുന്നില്ലല്ലോ. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കൈവച്ചെടുക്കാൻ മടിയാണെങ്കിൽ അധികം വേവാത്തൊക്കെ ആണെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പം ഞാനിത് കൈവച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ തേങ്ങയും കറിവേപ്പിലയും അതേപോലെ പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഇനി തേങ്ങയും പച്ചമുളകൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കയിലോട്ടേക്ക് നമ്മുടെ തേങ്ങേൻ്റെ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടുന്ന ഞാൻ വീഡിയോയിൽ മിസ്സായി പോയതാണ്. എന്നിട്ട് നമുക്ക് നല്ല പോലെ എന്ത് ചെയ്യണം, മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നല്ല ഫ്രഷ് കറിവേപ്പിലയും അതേപോലെ ആവശ്യാനുസരണം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നല്ലതുപോലെ ഒന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇതിൽ തന്നെ ഉള്ളി ചേർത്തിട്ട് മിക്സ് ചെയ്യാനാണ് പതിവ്. പക്ഷേ ഇന്ന് നല്ല പോലെ വെന്തത് കൊണ്ട് തന്നെ ഞാനിവിടെ ഉള്ളി താളിച്ചതിന് ശേഷമാണ് ഇതിടാൻ പോകുന്നത്. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വലിയൊരു ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ ആ ഒരു മിക്സിൽ തന്നെ ഉള്ളി മിക്സ് ചെയ്യാറാണ് പതിവ്. പക്ഷേ നല്ല പോലെ ഞാൻ പറഞ്ഞു വെന്ത് പോയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉള്ളി വഴറ്റിയിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പം അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് നല്ല പോലെ വഴറ്റിയതിന് ശേഷം വേണം നമുക്ക് ആ ഒരു മിക്സ് ഇതിലോട്ടേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല രുചിയാട്ടോ. വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ഫ്ലേവറാണ്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ രുചികരമായിട്ടുള്ള നമ്മുടെ ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ഇത് ചപ്പാത്തീൻ്റെ കൂടെ കഴിക്കാനും അതേപോലെ തന്നെ നമുക്ക് ചുമ്മാ ഇങ്ങനെ ചായൻ്റെ ഒക്കെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. അപ്പോൾ ചക്കേൻ്റെ സീസൺ കഴിയുന്നതിന് മുമ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.